ഹായ് നമസ്കാരം, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അയ്യോ ഇന്ന് ഇച്ചൻ എനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇച്ചിരി നല്ല ഒരു കിലോ കിളിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിളിമീൻ തേങ്ങ ഇട്ട് ഉണ്ടാക്കാം. കിളിമീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിക്കാന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ഒരു മാച്ചിങ് ആണല്ലോ. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാണ്. സാധാ മീൻ കറി തന്നെ, മീൻ കറിയിൽ പാലൊഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പാലൊഴിക്കുന്നത് വ്യത്യസ്തമായിട്ട് നമ്മൾ ഹോട്ടലിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം പാലൊഴിച്ച് തന്നെ വറ്റിച്ചെടുക്കും. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഊണിന് കിട്ടണയാണോ? അത് പല ടൈപ്പ് ഉണ്ട്. അത് തേങ്ങ അരച്ചോളുണ്ട്, തേങ്ങ പാൽ പിഴിഞ്ഞുണ്ട്. അതൊക്കെ ഈ എന്താ വെച്ചാൽ ലാസ്റ്റ് ഒഴിക്കണതാണ്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ ആദ്യം തന്നെ ഒഴിക്കും. മസാല എല്ലാം മൂത്ത് നല്ല സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ഒഴിക്കും. അതിനകത്തേക്ക് കുടംപുളി ഇടും. അങ്ങനെ ഉണ്ടാക്കണത് നല്ല ഇതാണ്. അത് ബേസിക്കലി നമ്മൾ ഈ അപ്പം, പത്തിരി, അങ്ങനത്തെ ചോറ് മീൻകറിക്ക് പിന്നെ എന്തായാലും കപ്പ മെയിൻ സാധനങ്ങളാണല്ലോ. അല്ല, മെയിൻ ഒരു കറിയാണ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണേ. നമ്മള് സെറ്റാക്കി വെച്ചിട്ടുള്ള മീൻ ഇരിക്കുന്നു. നല്ല ഫ്രഷ് മീൻ കഴുകി കട്ട് ചെയ്ത് വെച്ചു. ഇത് നമുക്ക് വറക്കാനായിട്ട് 4 കഷ്ണം വെച്ചു. പിന്നെ വേറെ ഒന്നുമില്ല, സാധാ മീൻകറി എല്ലാവർക്കും അറിയാവുന്ന. ഇത് പിന്നെ വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ നമ്മൾ വെള്ളത്തിന് വരെ തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ അങ്ങ് ഉണ്ടാക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കറി ബേസിക്കലി ചോറിൻ്റെ കൂടെ ഓഫ് കോഴ്സ് അത് മീൻകറി നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഈ അപ്പം, പത്തിരി അങ്ങനെയുള്ളതിൻ്റെ കൂടെ നല്ലതായിരിക്കും. ഈ തേങ്ങാപ്പാൽ എല്ലാം ഒരു ചെറിയ സ്വീറ്റ്നെസ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുണ്ടാക്കാം നമുക്ക്. നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിക്കാം അല്ലേ? വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ. ഇവിടെ നമുക്ക് നമ്മൾ ലഡലിയിൽ നിന്ന് മേടിച്ചാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. തണുത്ത് ഉറഞ്ഞ കോക്കനട്ട്. മറ്റ് ഇന്ത്യൻ ഷോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് വിലക്കുറവാണ്, അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്. ഇത് വന്നിട്ട് 300 ml വന്നിട്ട് 1.5 പൗണ്ട്, 1.75 അത്രയും കണ്ട് വരുള്ളൂ. മറ്റേതൊക്കെ വരുമ്പോൾ 5 പൗണ്ട്, 6 പൗണ്ട് ആ റേഞ്ചൊക്കെ വരും. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് അതിൻ്റെ അകത്തോട്ട് ഓയിൽ ഒഴിക്കുക ആവശ്യത്തിന് അല്ലേ? വണ്ടർ കേക്ക് പെണ്ണാ പാട്ട് കേട്ടിട്ടുണ്ടോ? അല്ല, വണ്ടർ കേക്കോ? എന്ത് പാട്ട്? 90s കിഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അങ്ങനത്തെ ദൂരദർശനിൽ അങ്ങനത്തെ പരസ്യമൊക്കെ വരാറുണ്ട്. ഇനോ എന്നാ ചൂടായി. എന്റെ വീട്ടില് TV ഇല്ലായിരുന്നു. ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടി. അയ്യോ, മറ്റേ ഇതിന്റെ അകത്ത് പ്രേമത്തിൽ പറയണാണ്. ഞങ്ങൾ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരായിട്ടാ. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിൻ്റെ അകത്തോട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ എണ്ണ ചൂടായി വരുമ്പോഴത്തേലും അതിൻ്റെ അകത്തോട്ട് പച്ചമുളക് എത്ര എണ്ണം? പച്ചമുളക് 4 പച്ചമുളക്, 2 തണ്ട് വേപ്പില. 2 തണ്ട് വേപ്പില. തണ്ടേപ്പാട് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. എന്നോട് വേപ്പില എടുക്കാൻ പറഞ്ഞു. നമുക്ക് സാധാരണ തണ്ടേപ്പാട് എടുക്കാൻ പറയാറുണ്ട്. ഇത് ആദ്യമേ പറയാത്തതുകൊണ്ട് ഞാൻ ആദ്യം വേപ്പില ഉരിഞ്ഞിട്ടു. എന്നിട്ട് തണ്ട് എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ ഞാൻ തണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓടിച്ചിട്ടു. അച്ഛനെ പറ്റിക്കാൻ നോക്കി. അച്ഛൻ കണ്ടുപിടിച്ചു. ഇഞ്ചി വെളുത്തുള്ളി. ഇത് സാധാ മീൻകറി വെക്കണ പോലെ തന്നെ, പക്ഷെ അത് വ്യത്യസ്തമായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെ. തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഞാൻ പറഞ്ഞ കേട്ടോ, എനിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണ ഇഷ്ടം. ഈ മീല് കിട്ടില്ലേ റെസ്റ്റോറന്റില്, അതെല്ലാം തേങ്ങ അരച്ചിട്ടുള്ള കറികളാണ്. അതേപോലെ തന്നെ. അതെന്താ വെച്ചാൽ ആദ്യമേ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് അതിനകത്തേക്ക് തേങ്ങ അരച്ച് ഇറക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ തുടക്കം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും അവസാനം ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകണം. നമ്മള് വളരെ വ്യത്യസ്തമായിട്ട് ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നില്ല. ഞാൻ ഈ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2013-14 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. 2014 കാലഘട്ടത്തിൽ ഞാൻ KTDCയിൽ ട്രെയിനിങ് ആയിട്ട് കയറിയപ്പോൾ തൊട്ട് അവിടെ ലഞ്ചിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇങ്ങനത്തെ മീൻ കറി. നിങ്ങളുടെ ഫേവറേറ്റ് മീൻ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ പ്ലീസ്. എൻ്റെ ഫേവറേറ്റ് മീൻ എല്ലാ മീനും ഇഷ്ടമാണ്. ഫേവറേറ്റ് ഒന്നുമില്ല, എല്ലാ മീനും ഇഷ്ടം. കുരുമീൻ്റെ തല. എന്താ തല? ഇപ്പം നമ്മൾ പതിവ് പോലെ പൊടികൾ
സെറ്റ് ആക്കാൻ പോവാണ്. ആദ്യമായി മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, നോർമൽ മുളക് പൊടി, കാശ്മീരി ഇതിനകത്ത് വന്നിട്ട് കൂടുതൽ വേണം 2 ടേബിൾ സ്പൂൺ 2. ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഉപ്പ്. നാട്ടിലെ ഉപ്പാണെങ്കിൽ പകുതി, ഇതിന്റെ പകുതി ഇട്ടാൽ മതി. ഇവിടുത്തെ ഉപ്പാണെങ്കിൽ ഇത്രയെങ്കിലും ഇടണം. ഇവിടുത്തെ ഉപ്പ് കറക്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത് 1 കിലോയ്ക്കുള്ളതാണ് ഞാൻ ചെയ്യണം. ഇതൊന്നും നിങ്ങൾ അനുകരിക്കരുത് കേട്ടോ. ഉപ്പിന്റെ കാര്യം മാത്രം, ബാക്കി എല്ലാം നിങ്ങൾ അനുകരിച്ചോ. ഉപ്പിടുന്നത് മാത്രം നിങ്ങൾ ഉപ്പ് ഈ ഒരു അളവിൽ നാട്ടുപ്പ് യു കെയിലുള്ളവർ അനുകരിച്ചോളൂ, പക്ഷെ നാട്ടിലുള്ളവര് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല കളറല്ലേ, നല്ല ഇഷ്ടികയുടെ കളർ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ നല്ല രീതിയിൽ വാടി വന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ തീ കുറച്ചിട്ട് ഈ പൊടികൾ ഇടണം. തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കുക. പൊടി കുഴച്ചുവേണമെങ്കിൽ കുഴച്ചും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഇങ്ങനത്തെ അടുപ്പായതാണ് കുഴച്ചുണ്ടാക്കാത്തത്. നമ്മൾ നാട്ടിൽ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പൊടി എന്താ വെച്ചാൽ ചെറുതായിട്ട് വെള്ളത്തിൽ. ഇപ്പൊ ആരും വിറകടുപ്പിലൊന്നും മീൻ ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ വിറകടുപ്പിൽ വെച്ചിട്ടിരുന്നത്. എന്റെ വീട്ടിലും വിറകടുപ്പ് ഞാൻ പറഞ്ഞു. വിറകടുപ്പില് മൺചട്ടിയിൽ വെക്കണം മീൻകറിയുടെ ടേസ്റ്റ് രക്ഷയില്ല. അത് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കണം. അതിപ്പോ ഇന്ന് ഉണ്ടാക്കിയാൽ മറ്റന്നാൾ എടുക്കാൻ പോകും, നാളെ എടുക്കരുത്. മറ്റന്നാൾ എടുക്കാൻ നേരത്തെ അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ആ പുളി വരെ നമ്മൾ കടിച്ചു വെച്ചിരുന്നു. പുളി ഞാൻ തിന്നാറില്ല, തിച്ചും തിന്നായി. എന്നെ ടേസ്റ്റ് ആയിരുന്നു. ഒരു മൺചട്ടി വാങ്ങിക്കാട്ടോ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ പോകുമ്പോ. ഇവിടെ കിട്ടും, ഭയങ്കര വിലയല്ലേ. നമ്മുടെ പൊടികളെല്ലാം വഴണ്ടു വന്നിട്ടുണ്ട്. ഇത് ഞാനെടുത്താണ് 1 കിലോയ്ക്ക് ഒരു 1/2 ലിറ്റർ 600 ml. ഇത് 750 ml ബൗളാണ്. 600 ml തേങ്ങാപ്പാൽ ഇതങ്ങ് ഒഴിക്കും. നാട്ടില് തേങ്ങ അരച്ചുണ്ടാക്കണ ഇതല്ല കേട്ടോ, നമ്മള് എന്താ മാഗി പൗഡർ കേട്ടോ ചേർക്കുന്നേ. മാഗി പൊടിയാണ്, മാഗിപ്പൊടിയാണ് കേട്ടോ, തേങ്ങാപ്പൊടിയാണ്. നിങ്ങൾ നാട്ടിലുണ്ടാക്കുമ്പോ തേങ്ങ അരച്ച് ചേർക്കാം അല്ലേ? അപ്പൊ എന്താ തേങ്ങ അരച്ച് ചേർക്കല്ല, തേങ്ങാപ്പാൽ ചേർക്കാം. ഒറ്റ പാലം കടുത്ത് ചേർത്താൽ മതി. ഇനി 2ാം പാലം ഒഴിച്ച് ലൂസാക്കിയിട്ട് തൻപാലം ഒഴിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ പൊടി ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം ചേർക്കാം, നല്ല കുറുകിയതുപോലെ. പക്ഷെ ടേസ്റ്റ് വേറെ. ഇതിനകത്തേക്ക് 1 കിലോയ്ക്ക് 4 കഷ്ണം കുടംപുളി ഞാൻ ശരിക്കും കഴുകി വെച്ചായിരുന്നു കേട്ടോ. നന്നായിട്ട് കഴുകി വെക്കണം. നല്ല കളറുണ്ട്, നല്ല മണമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചത് അതിന്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് തിളച്ചു. ഒരു പൊടിക്ക് വെള്ളം ചേർത്തായിരുന്നു, കാരണം ഞാൻ നല്ല കട്ടിക്കായിരുന്നു പാല് കലക്കിയത്. അപ്പം അത്രയും കട്ടി വേണ്ട. ചെറുതായിട്ടൊരു 100 ml 100-150 ml വെള്ളം കൂടി ചേർത്ത്. അപ്പോൾ കറക്റ്റ് 1 കിലോയ്ക്ക് പറയുകയാണെങ്കിൽ നല്ല ടൈറ്റ് അല്ലാത്ത ഒരു 750 ml പാല് ആദ്യമേ ഒഴിച്ചു. വേറെ ഒന്നും ഞാൻ ചേർത്തില്ല, വേറെ അവർ വെള്ളം ഒഴിച്ചല്ലാതെ വേറെ ഒന്നും ചേർത്തില്ല അതിനകത്ത്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി ചെറുതായിട്ട് കട്ട് വെച്ചു. ഒരു കിളിമീനെ 3ആയിട്ട് കട്ട് ചെയ്തേ. അത് ഇങ്ങനെ ചേർക്കാം. ഇങ്ങോട്ടൊന്ന് പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല പേരിൽ വരാറുണ്ട്. പാല് പിഴിഞ്ഞു വെച്ച് കറിയുന്ന, അങ്ങനെ തേങ്ങാപ്പാൽ കറിയുന്ന, മീൻ തേങ്ങാപ്പാൽ കറി, അങ്ങനെ പല ടൈപ്പ് പേരുകളുണ്ട്. മീൻ തേങ്ങാപ്പാൽ ഇട്ട കറി, നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് വറ്റിച്ച കറി എന്ന് പറയും. എന്നുവെച്ചാൽ അതിനകത്ത് വേറെ വെള്ളം ഒഴിക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ കുടംപുളി ഇട്ടാൽ ഞാനിപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നേരിട്ട് ചെയ്തത്. കാരണം ഇതൊന്നും തിളച്ചതിനകത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വൈഫ് ഹൗസിൽ ചെയ്ത അവിടുത്തെ കുടംപുളി. അത് വൈറ്റ് ഹൗസ് അല്ല, വൈഫ് ഹൗസ്, ഭാര്യ വീട്. അവിടെ എവിടെന്നോ കിട്ടിയ പുളിയാ. എവിടെന്നോ പുളി കിട്ടി, അത് ഉണക്കി നമ്മൾ പോരാറായപ്പോൾ തന്നു വിട്ടുക. അത് കാരണം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുളിയാവും. അതുകൊണ്ട് ഞാൻ പുളി വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചല്ല. ഇപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചാൽ പുളിവെള്ളം ഒഴിച്ചാൽ മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. തിളക്കണ തന്നെ എന്ത് രസം. നമ്മൾ സിമ്പിളാണ്. ഇത് ഭയങ്കര ഈസി ആണല്ലേ? വളരെ ഈസി. ഇത് എല്ലാത്തിൻ്റെ കൂടെ ഇപ്പോൾ ഈവൻ
ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം. ഇടിയപ്പം, ആ അപ്പം പൊറോട്ട, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. മറ്റേ സാധാ മീൻകറി കഴിക്കുമ്പോൾ ചിലത് നമുക്കൊരു നല്ല എരിവ് കൂടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രേവിയുടെ പ്രശ്നമാണെങ്കിലും മീൻ കറി ഉണ്ടാക്കുമ്പോൾ വറ്റിച്ചുണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ ചാറ് കുറവായിരിക്കും. ഇതാകുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾക്ക് ഇതേ മീൻ വറുക്കവും കൂടെ ചെയ്ത് ഇച്ചിരി ചോറും കൂടെ സൈഡിൽ വെച്ചോ മീൻ വറുക്കാൻ. ഓക്കെ, ഇത് അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. കറി റെഡി എത്ര ഉള്ളൂ? കറി സെറ്റായി. വെറും എത്ര മിനിറ്റ് എടുത്തേ? മീൻ വേവാനായിട്ട് 5 മിനിറ്റ് മതി. വെറും 5 മിനിറ്റ്. മാഗി ഉണ്ടാക്കുന്നേക്കാളും വേഗം. ഇതുകൊണ്ട് ഇത് ഒരു പീസ് കൊണ്ട് ഞാൻ പൊടിച്ചു കാണിച്ചു തരാം. എന്തോന്ന് പ്രൂവ് ചെയ്തേ ഉണ്ടോ ബിന്ദു? ഒരു കഷ്ണം പൊടിച്ചേ. ആ കഷ്ണം ഇനി ഞാൻ കഴിക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. സെറ്റ്, സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ നോക്കുക. ഞാൻ കണ്ടിച്ചാ വാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറ. നമ്മളൊരു പൊടിക്ക് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് ഓഫ് ചെയ്യാം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, ഒരു സ്പൂൺ. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് അധികം തിളപ്പിക്കരുത്. അധികം വറ്റിച്ചുകൊണ്ടിരുന്നാൽ കുറുക്കിപ്പോകും. പുതിയൊരു കൺസിസ്റ്റൻസി ഉണ്ട്. നമ്മുടെ ചാറിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ വാങ്ങാം. ഈ കിളിമീൻ മറ്റ് വലിയ കേര, ചൂര, നെയ്മീൻ അങ്ങനത്തെ മീനുകളൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്. ഈ കിളിമീനൊക്കെ പെട്ടെന്ന് 5 മിനിറ്റിൽ വേവും. ചാള ഇതൊക്കെ പെട്ടെന്ന് വേവണേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇനി മൂടി വെച്ചു ഞങ്ങൾ മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ. ഇപ്പം മീൻവയൽ വേറെ അടുപ്പിൽ ഞങ്ങൾ കിളിമീൻ വറുക്കാൻ പോവാണ്. ചോറ് അടുപ്പിൽ വെച്ചു. കിളിമീൻ വറുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ.